ഹലോ കൂട്ടുകാരെ, ക്രിസ്മസ് ആവാറായി. നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ ചാനലിനെ ഉയർത്തിക്കൊണ്ടുവന്ന് തന്നെ നമ്മുടെ ഈ ഒരു വട്ടയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതുവരെ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പകുതി നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വട്ടയപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാളികേരത്തിന് പുറമേയുള്ള ആ ഒരു ബ്ലാക്ക് കളർ നമ്മൾ കത്തിച്ച് ചെത്തി കളഞ്ഞ് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ചിരവിയതുപോലെ നാളികേരം നല്ല വൈറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ വലിയ ജാറെടുത്ത് അതിലേക്ക് 1/4 കപ്പ് നാളികേരം, നമ്മളിപ്പോൾ വലിയ നാളികേരത്തിൻ്റെ പകുതിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനും കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ അളന്നിട്ട് 1/4 കപ്പ് നാളികേരം ചിരകിയത്, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തത്, 1 കപ്പ് വറുത്ത അരിപ്പൊടി, ഒരു ലേശം ഉപ്പ്, പിന്നെ ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച് എന്തോരം മധുരം വേണമെന്നുള്ളതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം കുറവായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി മധുരം വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ മധുരം ചേർത്ത് കൊടുക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വറുത്തരിപ്പൊടിയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ അപ്പവും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന വറുത്തരിപ്പൊടി കേട്ടോ, നൈസായിട്ടുള്ള വറുത്തരിപ്പൊടി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്, വേവിച്ചിട്ടുള്ള ചോറാണ്. അത് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ട് അതിൽ വെള്ളം കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി കുറേശ്ശെയായിട്ട് ഒഴിച്ച് അടിച്ചെടുക്കാം. ഒത്തിരി വെള്ളം പോലെയായിട്ട് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കരുത് കേട്ടോ. കുറച്ച് കട്ടിക്ക്, എന്നാൽ ഒത്തിരി കട്ടി കൂടാനും പാടില്ല കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു വട്ടയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ലൈറ്റ് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മാവും ഒത്തിരി തണുത്തിരിക്കില്ല. അപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരാനൊക്കെ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റ് ചൂടിൽ, വളരെ ഇളം ചൂടിലുള്ള വെള്ളമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം അടിച്ചെടുത്തപ്പോൾ കുറച്ച് കട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ എല്ലാം നന്നായിട്ട് അരഞ്ഞ് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്പൂണോ കയ്യിലോ വെച്ചിട്ട് ആ മാവ് പതിയേനെ അതിന് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സി അടിക്കുന്ന സമയത്ത് ഈ ഈസ്റ്റൊക്കെ മിക്സിയുടെ മൂടിയുടെ മുകളിൽ ഉള്ളിൽ വന്നിട്ട് പറ്റിപ്പിടിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒരു അടി അടിക്കുക, അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈസ്റ്റ് നമ്മൾ ആദ്യം എല്ലാ ഇൻഗ്രീഡിയൻസിനും കൂടെ ഇട്ടിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവിന് ഒരു പുളിപ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ അരച്ചതിന് ശേഷം അവസാനം ഈ ഒരു ഈസ്റ്റ് മാത്രം ഒറ്റയ്ക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുന്നത്. അതും ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി അടിക്കേ വേണ്ടൂ. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി. ഒത്തിരി കട്ടിയല്ല, ഒത്തിരി ലൂസും അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ മാവിന് കട്ടി കുറഞ്ഞ് ഭയങ്കരമായിട്ട് ലൂസായി പോയി എന്നുണ്ടെങ്കിൽ നൈസായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിന് എടുക്കുന്നത്, ആ പൊടി കുറച്ചിട്ടിട്ട് കട്ടി കറക്റ്റാക്കിയാൽ മതി. പിന്നെ മിക്സിയുടെ ജാറിൽ മാവ് കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് അടച്ചിട്ട് ഇത് നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. എനിക്ക് 2 മണിക്കൂറാണ് ഫെർമെൻറ്റേഷനായിട്ട് ടൈം എടുത്തത്. ഇനി നമുക്ക് ഒരു കിണ്ണം, ഇത് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള കിണ്ണം റെഡിയാക്കി എടുക്കാം, പാത്രം റെഡിയാക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ചെറിയ 2 കിണ്ണാണ് എടുത്തിട്ടുള്ളത്. അതിൽ വട്ടയപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ സ്പ്രെഡാക്കി എനിക്കിപ്പോൾ 2 മണിക്കൂറായപ്പോഴാണ് ഇത് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ ഓരോ സ്ഥലത്തും വ്യത്യാസമായിരിക്കും കേട്ടോ. ടൈം ഇപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് നല്ല ഫെർമെൻറ്റേഷൻ ആയി റെഡിയാക്കി എടുത്തു. 1.5-2 മണിക്കൂറിലൊക്കെ ചിലപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്ത് ഫെർമെൻറ്റേഷൻ ആവും. തണുവുള്ള സ്ഥലമാകുമ്പോൾ അതിനനുസരിച്ച് ടൈം കൂടുതൽ എടുക്കും അത് ഫെർമെൻറ്റേഷനായിട്ട് വരാനായിട്ട്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണവുള്ളത് കൊണ്ട് ഞാനിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിന് മുകളിൽ ഈ ഒരു മാവ് ഒഴിച്ചിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ഇളം ചൂട് അതിന് കൊടുത്തിട്ട്, നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് മുകളിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ മാവൊക്കെ കട്ടിയായി പോവും. ജസ്റ്റ് വെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിന് മുകളിൽ ഇത് വെച്ച് കൊടുത്താൽ മതി. ഒരു ലൈറ്റ് ചൂട് അടിക്കേ വേണ്ടു. അപ്പോൾ അത് ആ ഒരു ഫെർമെൻറ്റേഷൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ എണ്ണ തടവിയിട്ടുള്ള പാത്രത്തിലോട്ട് നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ മാവ് നന്നായി ഇളക്കി ആ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഇടിയപ്പവും അതുപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, അതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം
ആ തട്ടിന് മുകളിൽ വേണമെങ്കിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കടായിലോ ഏതിലെങ്കിലും നമുക്ക് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു കടായിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു റിങ് വെച്ചിട്ട് അതിന് മുകളിലാണ് നമ്മൾ ഈ ഒരു കിണ്ണം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് മൂടി അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യത്യാസം വരാം കേട്ടോ. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ എടുത്ത മാവിൻ്റെയൊക്കെ അളവിനനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം വരാം. ഞാനിപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു 10-12 മിനിറ്റോളം ഇതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വട്ടയപ്പത്തിലേക്ക് ആവി വെള്ളം വീഴുമ്പോൾ ദാ ഇതുപോലെ എൻ്റെ വട്ടയപ്പത്തിലും ഒരു 2-4 ആവി വെള്ളം വീണിട്ട് ഡ്രോപ്പ് ആവി വെള്ളം വീണ് ഇങ്ങനെ കുഴി പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവി വെള്ളം വീഴാത്ത രീതിയിൽ വേണം നമ്മൾ പാത്രത്തിൽ ഇത് ആവി കയറ്റിയെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗിയൊക്കെ പോകട്ടെ. മുകൾ ഭാഗമൊക്കെ നിറച്ച് ആവി വെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഇരിക്കും. എനിക്ക് 2 വട്ടയപ്പമാണ് ഈ ഒരു മാവിന് ഈ എടുത്ത അളവിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചെറിയ കിണ്ണായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് 2 വട്ടയപ്പം കിട്ടിയത്. വലിയ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന വട്ടയപ്പത്തിൻ്റെ സൈസും അതുപോലെ എണ്ണവും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടാക്കിയ വട്ടയപ്പത്തിന് മുകളിൽ കുറേ ആവിവെള്ളം വീണായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ മുകൾ ഭാഗമാണ് അത്ര ഭംഗിയില്ലാണ്ടിരുന്നത്. അപ്പോൾ ഭംഗിയില്ലാന്നേ ഉള്ളൂ, സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ആവിവെള്ളം വീഴാതെ നോക്കിയാൽ മതി കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ്. ഇനി നമുക്ക് അടുത്തതും കൂടി എടുത്ത് നോക്കാം. കണ്ടോ, നിങ്ങൾക്കത് എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സ്പഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറുമക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് ആവാറായില്ലോ. അപ്പോൾ ക്രിസ്മസിന് നല്ല അടിപൊളി വട്ടയപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഞാനിതിന് മുമ്പ് കുറേ ടൈപ്പ് വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് ഇട്ടതും ഈസ്റ്റ് ഇടാത്തതും, അതുപോലെ ജാഗറി വട്ടയപ്പം, ശർക്കര വട്ടയപ്പം, പിന്നെ ഇറച്ചി അതിനുള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള വട്ടയപ്പം, പിന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ ചാനലിനെ ഭയങ്കരമായിട്ട് വ്യൂസ് കിട്ടിയിട്ടുള്ള 3.8 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ ഏറ്റവും ആദ്യം ഇട്ടിട്ടുള്ള റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനെല്ലാം ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഏത് വട്ടയപ്പൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എല്ലാ അഭിപ്രായം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.